നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ ഒറ്റത്തോട്ടത്തിൽ. വയനാട് ദുരന്തബാധിതരോടുള്ള ക്രൂരത തുടർന്ന കേന്ദ്ര സർക്കാർ. ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ തൃപ്തിയില്ലെന്നും വായ്പ എഴുതി തള്ളുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി. കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപിക്ക് ഇഡിയുടെ ക്ലീൻ ചീറ്റ്. നടപടിയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. വി ശിവദാസൻ എംപിയാണ് രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപിയെ വെള്ളപൂശി ഇഡി റിപ്പോർട്ട്. പോലീസ് നൽകിയ തെളിവുകളെല്ലാം അവഗണിച്ച് പോലീസ് കണ്ടെത്തിയത് ബിജെപി നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ. ഇഡിക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. ഇഡി അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ഇഡി രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം ഇപ്പോൾ ധർമ്മരാജൻ കൊണ്ടുവന്ന പൈസയാണെന്നാണ് പറയുന്നത്. നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ക്ലീനായിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ അതിൻ്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ അലഹാബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കോടതി നിരീക്ഷണത്തിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്നും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗ ശ്രമമല്ലെന്ന നിരീക്ഷണം ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അശ്രദ്ധയെന്നും സുപ്രീം കോടതി. കേരളത്തെ പ്രശംസിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനം ഒന്നാമതെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിലെന്നും ഗവർണർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കേരളം കൈവരിച്ചത് വലിയ പുരോഗതിയെന്നും ചാൻസലർ. So such heights we have achieved, and that is because of the people and all the people, students, professors of yesteryears and today. This credit goes to you all. Very big things which have happened to this university. And just now somebody was telling me, even our പി രാജീവ് അടക്കമുള്ള സംഘത്തിന് അമേരിക്കൻ സന്ദർശനം നിഷേധിച്ചത് അപലപനീയമെന്ന് കെ രാധാകൃഷ്ണൻ എം പി. വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി വലിയ മുന്നേറ്റം ഉണ്ടാകണം. കേരളത്തിന് വേണ്ടി വലിയ ഗുണം ചെയ്യുന്ന പരിപാടിക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതെന്നും കെ രാധാകൃഷ്ണൻ എം പി. ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കും അങ്ങനെ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അതാണ് കേന്ദ്ര ഗവൺമെൻറ് പോകാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. തന്റെയും ഭർത്താവ് മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിന്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് സുഹൃത്ത് താരതമ്യം ചെയ്തു. ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത് മുതൽ ഈ താരതമ്യം നേരിടേണ്ടി വരുന്നുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. നിറവും ജാതിയും സമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി. കറുപ്പ് മോശമാണെന്ന് ആധിപത്യം സ്ഥാപിച്ചവരാണ് പറയുന്നതെന്നും വിവേചനം എവിടെയുണ്ടായാലും എതിർക്കപ്പെടേണ്ടതാണെന്നും എം പി. ഈ അവസ്ഥയുടെ ദുരന്തം പേറുന്നവരാണ് ഭൂരിപക്ഷം. അതോടൊപ്പം തന്നെയാണ് നിറത്തിൻ്റെ പേരിലും ആട്ടി ഓടിക്കപ്പെടുന്ന സ്ത്രീയാണെങ്കിലും ദളിതരാണെങ്കിലും ആദിവാസിയാണെങ്കിലും പാർശ്വവൽക്കപ്പെട്ട ആളുകളാണെങ്കിലും അവരെയൊക്കെ എന്ത് വേണമെങ്കിലും പറയാൻ ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വിവേചനങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വരുന്നത്. നമുക്ക് വരുമ്പോൾ മാത്രമാണ് വിവേചനം. നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടെന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്നു പറച്ചിൽ അഭിനന്ദനാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ്. അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും
ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം, കറുപ്പിന് എന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നു ഞാൻ പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. കറുപ്പിന് എന്താ കുഴപ്പം? അത് തിരിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. എറണാകുളത്ത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണിപ്പിടിയിൽ അസം സ്വദേശി റബിൻ മണ്ഡലാണ് പിടിയിലായത്. ഹൈക്കോളനിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പിടികൂടിയത്. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു പിന്നാലെ ബിജെപിയിൽ പൊട്ടിത്തെറി. വി രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് പോസ്റ്ററുകൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഉത്തരവാദി രാജേഷ് എന്നും രാജേഷിന്റെ സാമ്പത്തിക അഴിമതി അന്വേഷിക്കണമെന്നും പോസ്റ്റർ. പാലക്കാട് കോൺഗ്രസിൽ തമ്മിലടി. നടക്കുന്നത് ഗ്രൂപ്പിസം മാത്രമെന്നും കോട്ടായി മണ്ഡലം കമ്മിറ്റി. കാസർഗോഡ് കൊളത്തൂരിൽ പുലി കുടുങ്ങി. പുലി വീണത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടി. ചാലക്കുടി ടൗണിലും പുലി ഇറങ്ങിയതായി സംശയം. പുലിയോട് രൂപസാദൃശ്യമുള്ള ജീവി CCTV. കടത്തിൽ കുതിച്ചു കേന്ദ്ര സർക്കാർ. ആകെ കടം 181.11 ലക്ഷം കോടി കടന്നു. രാജ്യത്തിന്റെ പൊതുകടം GDPയുടെ 57.1%. പൊതുകടത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ വായ്പകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ വീട്ടിൽ CBI റെയ്ഡ്. റൈപൂരിലെയും ഭിലായിലെയും വസതിയിലാണ് റെയ്ഡ് നടക്കുന്നത്. CBIയും റെയ്ഡ് നടത്തുന്നത് മദ്യ അഴിമതി ആരോപിച്ചുള്ള ED റെയ്ഡിന് പിന്നാലെ. കണ്ണൂർ കോർപ്പറേഷൻ അഴിമതിക്കെതിരായ LDF അനിശ്ചിതകാല സത്യാഗ്രഹം 2 ദിവസം പിന്നിട്ടു. ചെലോറ ഡ്രഞ്ചിംഗ് ഗ്രൗണ്ട് അഴിമതിക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ വിജയം. ബ്രസീലിനെതിരെ 1-4 ഗോളുകൾക്ക്. ജയത്തോടെ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ച് അർജന്റീന. കോഴിക്കോട് കുന്നമംഗലത്ത് ലീഗ് SKSSF സംഘർഷം. SKSSF പ്രവർത്തകൻ സുഹൈലിന് പരുക്ക്. സംഘർഷത്തിലെത്തിയത് ഇഫ്താർ വിരുന്നിനെ ചൊല്ലിയുള്ള തർക്കം. പരുക്കേറ്റ സുഹൈൽ മെഡിക്കൽ കോളേജ് ആശുപത്രി. ഷിബില കൊലപാതക കേസിൽ പ്രതി യാസിറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ സാധ്യത. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കരുതലോടെ നീങ്ങാൻ പോലീസ് നീക്കം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാശ്വത പരിഹാരവുമായി ആലപ്പുഴ നഗരസഭ. മാലിന്യം നിക്ഷേപിക്കൂ, വളം സ്വന്തമാക്കൂ എന്ന പേരിൽ പുതിയ പദ്ധതി. ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം. 18-ന് DCCയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് സമാപനം. ഇക്കുറി SSLC പരീക്ഷ എഴുതിയത് 3000-ഓളം കേന്ദ്രങ്ങളിലായി 4.25 ലക്ഷം വിദ്യാർത്ഥികൾ. 9ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാകുന്നതിന് മുൻപ് SSLC പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളുടെ കൈകളിലെത്തിച്ച വിദ്യാഭ്യാസ വകുപ്പ്. വയനാട് മാതൃകാ ടൗൺഷിപ്പ് ശിലാസ്ഥാപനം നാളെ വൈകിട്ട് 4-ന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വീടുകൾ, പൊതുസ്ഥാപനങ്ങൾ, പ്രത്യേക കെട്ടിടങ്ങൾ, റോഡ്, അനുബന്ധ സ്ഥാപനങ്ങൾ, വ്യാപാര വാണിജ്യ സൗകര്യങ്ങൾ എന്നിവ ടൗൺഷിപ്പിൽ സജ്ജമാക്കും.
വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനാവുമെന്ന പ്രതീക്ഷയിൽ ദുരന്ത ബാധിതർ. മുഖ്യമന്ത്രി നാളെ ടൗൺഷിപ്പിന് തറക്കല്ലിടുമ്പോൾ പുനരുജ്ജീവനത്തിന്റെ പുതിയ പാതയിലേക്ക് കടക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. രോഗികൾക്ക് ആശ്വാസമാകുന്ന പുതിയ കണ്ടുപിടുത്തവുമായി കോതമംഗലം സ്വദേശി ജോസഫ്. രോഗികളെ അനായാസം കൊണ്ടുപോകാൻ കഴിയുന്ന പേഷ്യന്റ് ലിഫ്റ്റിംഗ് ചെയർ എന്ന കണ്ടുപിടുത്തമായി ജോസഫ്. റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് നിയമ സേവന അതോറിറ്റി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റാഗിംഗ് വിരുദ്ധ നിയമ പരിഷ്കരണത്തിനുള്ള കർമ്മസമിതി അടിയന്തരമായി രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. നിലവിലുള്ള റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇലങ്കാട് ഉരുൾപൊട്ടലിൽ വീട് തകർന്ന വ്യക്തിക്ക് കെട്ടിട നികുതി അടയ്ക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകിയ സംഭവത്തിൽ ഇന്ന് പരാതി നൽകും. നോട്ടീസ് ലഭിച്ച സോണി നേരിട്ടെത്തിയാണ് പരാതി നൽകുക. വർഷത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ആകെ കടം 181.11 ലക്ഷം കോടി രൂപ. NHAA കടം ഉൾപ്പെടുത്താതെയാണ് കേന്ദ്രത്തിന്റെ കണക്ക്. കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് കിഫ്ബി ഉൾപ്പെടെ ഇതര വായ്പകൾ കേരളത്തിന്റെ പൊതുകടമായി കേന്ദ്രം നിശ്ചയിക്കുമ്പോൾ 2024 തെരഞ്ഞെടുപ്പുകളിലെ പ്രചാരണത്തിനായി BJP ചെലവഴിച്ചത് 1737 കോടിയിലധികം രൂപയെന്ന് റിപ്പോർട്ട്. തുക 22 രാഷ്ട്രീയ പാർട്ടികളുടെ മൊത്ത പ്രചാരണ ചെലവിന്റെ 45%. കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ദ വയർ. ദില്ലിയിൽ ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി ആഭ്യന്തര സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇന്നലെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തിയ സമിതി യശ്വന്ത് വർമ്മയുടെ മൊഴി രേഖപ്പെടുത്തി. വിദഗ്ധ പരിശോധനകൾക്കായി കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണുകൾ സമിതി പരിശോധിക്കും. ദേശാഭിമാനിക്ക് പിറന്ന മണ്ണിൽ പുതിയ ആസ്ഥാന മന്ദിരം. പന്തീരാങ്കാവിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് സമുച്ചയം നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗുണമേന്മയുള്ള വിത്ത് ഉൽപ്പാദിപ്പിച്ച് കർഷകരിലെത്തിച്ച് കാസർഗോഡ് സംസ്ഥാന വിത്ത് ഉത്പാദന കേന്ദ്രം. ഇത്തവണ ഉൽപ്പാദിപ്പിക്കുന്നത് 5 ക്വിന്റൽ പച്ചക്കറി വിത്തും 20 ടൺ നെൽവിത്ത്. കേരള ടൂറിസത്തിന്റെ പുതിയ തീം സോങ് പുറത്ത്. മന്ത്രി PM മുഹമ്മദ് റിയാസ് തീം പ്രകാശനം ചെയ്തു. മനോജ് കുരൂർ എഴുതിയ വരികൾക്ക് സംഗീതം നൽകി ആലപിച്ചത് ശ്രീവത്സൻ ജെ മേനോൻ. കടുത്ത വേനൽ ചൂടിൽ പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ ജനങ്ങൾക്ക് ആശ്വാസമായി കനാലിൽ ഉഷ്ണം അകറ്റാനായി എത്തുന്നത് ദിവസേന 100 കണക്കിന് ആളുകൾ. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.